നമസ്കാരം. നമ്മളിന്ന് കാണിക്കാൻ പോണത് ഒരു ഉപ്മാവാണ് കേട്ടോ. ഉപ്മാവ് എന്ന് പറയുമ്പോൾ അരി ഉപ്മാവ്, ഗോതമ്പ് ഉപ്മാവ്, റവ ഉപ്മാവ് അതൊന്നുമല്ല. ഓട്സ് ഉപ്മാവ് വരെ നമുക്കറിയാം. പക്ഷെ ഇത് മധുരക്കിഴങ്ങ് കൊണ്ടുള്ള ഒരു ഉപ്മാവാണ്. മധുരക്കിഴങ്ങ് എന്ന് പറയുമ്പോൾ എല്ലാവർക്കും അറിയാലോ, ഈ ഡയബറ്റിക്സ് ഉള്ളവർക്ക്, അതായത് ഷുഗർ പേഷ്യൻസിന് പോലും കഴിക്കാവുന്നതാണ്. നമുക്ക് സാധാരണ ഈ കപ്പ അല്ലെങ്കിൽ കൊള്ളിയൊന്നും ഷുഗർ ഉള്ളവർക്ക് കഴിക്കാൻ പറ്റില്ല. പക്ഷെ മധുരക്കിഴങ്ങ് നല്ലതാണ്. മാത്രമല്ല, മധുരക്കിഴങ്ങിനെ കുട്ടികളുടെ ബ്രെയിൻ ഫുഡ് എന്നാണ് പറയുക. കുട്ടികൾക്ക് പ്രധാനമായിട്ടും നമുക്ക് എന്നും ഉൾപ്പെടുത്തേണ്ട ഒരു സാധനമാണ് മധുരക്കിഴങ്ങ്. ഒരുപാട് ആന്റി ഓക്സിഡൻസ് ഉള്ളതാണ്. ഇതിന്റെ കൂടെ ഒരു ഇഞ്ചിക്കട്ടൻ എന്ന് പറഞ്ഞാൽ സാധാരണ നമ്മൾ കട്ടൻ ചായ ഉണ്ടാക്കുന്നതിന് പകരം ഒരു കഷ്ണം ഇഞ്ചി ഇട്ട് തിളപ്പിച്ച വെള്ളത്തിൽ ഇത്തിരി ചായപ്പൊടി ഇട്ടിട്ട് ഇഞ്ചിക്കട്ടനായിട്ട് ഉണ്ടാക്കിയിട്ട് അത് ഒരു ഗ്ലാസും കൂടി ഉണ്ടെന്നുണ്ടെങ്കിൽ വേറെ ഒന്നും വേണ്ട. ഇത് ചിലപ്പോൾ നമുക്ക് ലൈറ്റായിട്ട് കഴിക്കേണ്ടവർക്കൊക്കെ ഇത് ഡിന്നറായിട്ടും കഴിക്കാം, അല്ലെങ്കിൽ ഒരു ഈവനിങ് സ്നാക്കായിട്ട് എടുക്കാം. അപ്പോൾ കൂടുതൽ പറയണില്ല കേട്ടോ, കണ്ടോളൂ. ഈ മധുരക്കിഴങ്ങ് അല്ലെങ്കിൽ നമ്മുടെ സ്വീറ്റ് പൊട്ടറ്റോ എന്ന് പറയുമ്പോൾ നന്നായിട്ട് ചെടിയൊക്കെ ഉണ്ടാവും. അപ്പോൾ ഒരു 3-4 തവണ വൃത്തിയായിട്ട് കഴുകണം. ചിലർ ആദ്യമേ തൊലി ചിരണ്ടി കളഞ്ഞിട്ട് വേവിക്കണത് കാണാറുണ്ട്. നമ്മൾ അങ്ങനെയല്ല, തൊലിയോട് കൂടിയിട്ടാണ് ആവിയിലാണ് വേവിക്കണത് കേട്ടോ. കുക്കറിൽ വെള്ളം ഒഴിച്ചിട്ട് അങ്ങനെ വേവിക്കുകയും ചെയ്യാറുണ്ട്. പക്ഷെ ഞാനിവിടെ ആവിയിലാണ് വേവിക്കണത്. ആവിയിൽ വേവിക്കണതാണ് ഏറ്റവും നന്നായിട്ട് ഉണ്ടാവുക. അപ്പോൾ ഇത് ആദ്യം 3-4 തവണ കഴുകട്ടെ. ഇഡ്ഡലിയുടെ ആവിത്തട്ടിൽ ആവി വരാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ വലിയ കഷ്ണമാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ രണ്ടാക്കിയിട്ടൊന്ന് മുറിച്ചിടാം. അടച്ചു വെച്ചിട്ട് വേവിക്കാം. ഒരു 10 മിനിറ്റിലൊക്കെ താഴെ മാത്രമാണ് കേട്ടോ നമ്മൾ ആവി കയറ്റിയിട്ടുള്ളൂ. അപ്പോഴേക്കും അത് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി പതുക്കെ ഇതിൻ്റെ തോല് പൊളിച്ച് കളയാം. അപ്പം ഇതിൽ ബാക്കിയെല്ലാം എളുപ്പമാണ്. ഇതിൻ്റെ ഈ ഒരു തൊലി കളയണ ഒരു ക്ഷമ മാത്രമാണ് ആവശ്യമുള്ളൂ. ഇനി നമ്മുടെ ഉപ്മാവിലേക്ക് കുറച്ച് തേങ്ങ ചിരകിയത് വേണം. ഈ തേങ്ങ ചിരകിയതിലേക്ക് തന്നെ കുറച്ച് കരിവേപ്പിൻ്റെ ഇല ഇതുപോലെ ഒന്ന് കൈകൊണ്ട് നന്നായിട്ട് പിച്ചിട്ട് ഇട്ട് വെക്കുക കേട്ടോ. എന്താ വെച്ചാൽ കരിവേപ്പിൻ്റെ ഇല അവസാനമാണ് ചേർക്കേണ്ടത്. തേങ്ങ നമ്മൾ അവസാനമാണല്ലോ ചേർക്കുക. അപ്പോൾ അവസാനം ചേർക്കുമ്പോഴാണ് ആ ഒരു പച്ച കറിവേപ്പിലയുടെ വാസന നന്നായിട്ട് കിട്ടുക. വറുത്തിടുമ്പോഴൊന്നും ഇതിൽ നമ്മൾ കറിവേപ്പില ചേർക്കണില്ല കേട്ടോ. അപ്പോൾ തേങ്ങയും കറിവേപ്പിലയും കൂടി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് അത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ തൊലി കളഞ്ഞിട്ടുള്ള മധുരക്കിഴങ്ങ് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കണം. ആദ്യം നമുക്ക് ഒരു അത്യാവശ്യം വലിയ കഷ്ണം ഇഞ്ചി ഒന്ന് ചതച്ചെടുക്കണം. ഇഞ്ചി അരിഞ്ഞിടുന്നേക്കാളും എപ്പോഴും നല്ലത് ചതച്ചിടുന്നതാണ്. അപ്പോഴാണ് അതിൻ്റെ ആ ഒരു വാസനയും അതുപോലെ അതിൻ്റെ രുചിയും മുഴുവനായിട്ട് നമ്മുടെ ഉപ്മാവിലേക്ക് കിട്ടുള്ളൂ. ഇനി നമ്മൾ ഇഞ്ചി ചതച്ച ഇതിലേക്ക് തന്നെ പച്ചമുളകും കൂടി ചേർക്കണം കേട്ടോ. പച്ചമുളക് എന്ന് പറയുമ്പോൾ കാന്താരി മുളക് ഉണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും കാന്താരി തന്നെയാണ് വേണ്ടത്. അതിൽ യാതൊരു സംശയമില്ല. കാരണം എന്താ, ആ ഒരു കാന്താരി മുളകിന്റെ വാസന വരുമ്പോഴാണ് ഒരു ചൊടി ഉണ്ടാവുള്ളൂ. കാരണം മധുരക്കിഴങ്ങ് എന്ന് പറയുമ്പോൾ ലേശം മധുരം ഉണ്ടാവുമല്ലോ. അപ്പൊ നല്ല എരിവുള്ള ഒരു ചൊടിയുള്ള ഉപ്മാവായിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ നല്ല കാന്താരി മുളക് തന്നെ വേണം. പിന്നെ എരി തീരെ ഇഷ്ടമില്ലാത്തവർക്ക് ഇത് എടുക്കണമെന്നില്ല കേട്ടോ. മുളക് ഒഴിവാക്കിയിട്ട് ചെയ്യണവരും ഉണ്ട്, അങ്ങനെ കഴിക്കാൻ ഇഷ്ടമുള്ളവർ. കുറച്ച് നല്ലോണം വെളിച്ചെണ്ണ വേണം. ഞാനൊരു 5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. കാരണം ഉള്ളി അത്യാവശ്യം എടുത്തിട്ടുണ്ട്. ഒരു 2-3 സവാള ഉണ്ട്. അപ്പോൾ അതൊന്ന് വഴണ്ട് കിട്ടുകയും വേണം. ഉള്ളി ഇഷ്ടമല്ലാത്തവർക്ക് ഉള്ളി ഒഴിവാക്കിയിട്ട് ചെയ്യാം കേട്ടോ. ഇതിലേക്ക് 1 ടീസ്പൂണോളം കടുക്. കടുക് ഒന്ന് പൊട്ടി വരുമ്പോൾ 1.5 ടീസ്പൂൺ അളവിൽ ഉഴുന്ന്. കടുക് പൊട്ടി ഉഴുന്ന് നിറം മാറി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾ ചതച്ച് വെച്ചിട്ടുള്ള ഇഞ്ചിയും കാന്താരിമുളകും ചേർക്കുകയാണ്. ഇഞ്ചിയും കാന്താരിമുളകും ചേർത്ത ഉടനെ കായപ്പൊടി ചേർക്കുകയാണ്. ഒരു 3/4 ടീസ്പൂൺ അളവിൽ കായപ്പൊടി ചേർത്തിട്ടുണ്ട്. ചെറിയൊരു നിറത്തിന് വേണ്ടിയിട്ട് 1/2 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട്. ഒന്ന് യോജിക്കട്ടെ. കാന്താരിമുളക് ആകുമ്പോഴാണ് ആ വാസന എടുത്തറിയുള്ളൂ. ഇനി നമ്മൾ ഉള്ളി അരിഞ്ഞു വെച്ചത് ചേർക്കുകയാണ്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കുക. ഒരുപാട് ഇങ്ങനെ മൂപ്പിച്ചിട്ട് ഇങ്ങനെ എന്താ പറയുക, നല്ലോണം ബ്രൗൺ നിറാവണത് വരെ വരണ ആ ഒരു ഇത് വേണ്ട. ഒന്ന് നന്നായിട്ട് ഉള്ളി വഴണ്ട് വന്നാൽ മതി. മധുരക്കിഴങ്ങ് നമ്മൾ വേവിക്കുമ്പോൾ ഉപ്പ് ചേർത്തിട്ടല്ല വേവിച്ചിട്ടില്ല കേട്ടോ. അപ്പോൾ ഉടച്ച് വെച്ചതിലേക്ക് കുറച്ച് ഉപ്പ് ചേർക്കുക. ഒരുപാട് ഉപ്പാവണ്ട, കുറച്ച് ഉപ്പ് ചേർത്തിട്ട് അതൊന്നും കൂടി ഒന്ന് മിക്സ് ചെയ്യാം. ഇനി നമുക്ക് ഉപ്പ് ചേർത്ത് കുഴച്ച് വെച്ചിട്ടുള്ള മധുരക്കിഴങ്ങ് ചേർക്കാം. ഇനി ആ വറവ് ഇതിലേക്ക് നന്നായിട്ട് പെരളണ രീതിയിൽ അടിയിൽ ഇതിനെ ഇളക്കണം. അത് സാധാരണ നമ്മൾ റവ ഉപ്മാവൊക്കെ ഒന്ന് ഉടച്ചു കൊടുക്കാറില്ല. ഇങ്ങനെ ഉടച്ചു കൊടുക്കുകയും കൂടി ചെയ്യുക ഇളക്കണതിൻ്റെ ഒപ്പം തന്നെ.
അടിയിൽ നിന്ന് ഇളക്കിയാലേ കറക്റ്റായിട്ട് വറുത്തിട്ട ഉഴുന്നുപരിപ്പും ഇതെല്ലായിടത്തേക്കും യോജിക്കുള്ളൂ. അതായത് നമ്മൾ ഉടച്ചു വെച്ചിട്ടുള്ള മധുരക്കിഴങ്ങിൻ്റെ എല്ലാ ഭാഗത്തേക്കും യോജിക്കുള്ളൂ. ഇത് നമ്മൾ ഇളക്കി യോജിപ്പിച്ചാൽ മാത്രം മതി. അടച്ചു വെക്കൊന്നും വേണ്ട. അടച്ചു വെച്ച് കഴിഞ്ഞാൽ ആവിവെള്ളം വീണിട്ട് വീണ്ടും കുഴയും. അവസാനമായിട്ട് കറിവേപ്പിലയും തേങ്ങ ചിരകിയതും നമ്മളൊന്ന് യോജിപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, അതും കൂടി ചേർത്താണ്. ഈ തേങ്ങ ചേർത്ത ഉടനെ തന്നെ തീ ഓഫ് ചെയ്യണമെന്നാണ് പറയുക, തേങ്ങ ചൂടാവണ്ട. അങ്ങനെ ഇതാണ് നമ്മുടെ മധുരക്കിഴങ്ങ് കൊണ്ടുള്ള ഉപ്മാവ് എന്ന് പറയുന്നത്. ഇപ്പം ഇതിങ്ങനെ ഒരു കട്ടൻ ചായയും കൂടി ഉണ്ടെന്നുണ്ടെങ്കിൽ കട്ടൻ ചായയുടെ കൂടെ കഴിക്കാനായിട്ട് നല്ല സ്വാദാണ്. അപ്പോൾ പഴയൊരു വിഭവമാണ്. ചിലപ്പോൾ നമ്മൾ മധുരക്കിഴങ്ങ് വെറുതെ വേവിച്ചിട്ട് കാന്താരി ചമ്മന്തി കൂട്ടിയിട്ടും അങ്ങനെയൊക്കെ കഴിക്കണവരുണ്ട്. അതിൽ നിന്നും വ്യത്യസ്തമാണ് ഉപ്മാവ്. ചിലപ്പോൾ ചിലർക്കൊക്കെ അത് അറിയായിരിക്കും, ചിലർക്ക് പുതിയൊരു വിഭവമായിരിക്കും. അപ്പോൾ എന്തായാലും ഉണ്ടാക്കി നോക്കുക, അഭിപ്രായങ്ങൾ കമൻസിൽ അറിയിക്കുക. ഇതുപോലുള്ള പുതിയ വിഭവങ്ങളുമായിട്ട് വീണ്ടും കാണാം.